ഹിജാബ് വിവാദം ആരോഗ്യരംഗത്ത് മതം കലർത്തണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലൊക്കെ ഉള്ളതെന്താ വെച്ചാൽ കണ്ടില്ലേ, ഒരു തട്ടവും അതുപോലെ തന്നെ ചിലതിലൊക്കെ പർദ്ദ, അതും കഴിഞ്ഞ് ചില ന്യൂസിലൊക്കെ നിക്കാബ് അടക്കം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ആൾക്കാർ കേൾക്കുമ്പോൾ തോന്നുന്നത് വെച്ചാൽ പർദ്ദ ഇട്ടുങ്ങാണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതും കഴിഞ്ഞ് നിക്കാബ് ഇട്ടിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് തോന്നുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലുള്ള കുറെ നിരീക്ഷകന്മാർ വന്നിട്ട് പറയും ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ട്രൂ സെക്യുലർ സ്പേസ് ആണ്, അവിടെ മതം വേണോ, എന്തിനാണ് അവിടേക്കും മതം കയറ്റുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അൽഫാത്തിയ ചൊല്ലിക്കാണ്ട് അല്ലെങ്കിൽ ഒരു ദുആ നടത്തി സർജറി നടത്തണം എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് തോന്നുക. പക്ഷെ ആകെ എന്താണ് ആവശ്യപ്പെട്ടത്, നിങ്ങൾക്ക് ആ വിദ്യാർത്ഥികൾ കൊടുത്ത കത്ത്, ആ കത്ത് കൃത്യമായിട്ട് പിന്നെ ഇവർ തന്നെ ഈ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ തന്നെ വളരെ ദുരുദ്ദേശപരമായി പുറത്തുവിട്ട കത്താണ്. ആ കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും, ലോങ് സ്ലീവ് സ്ക്രബ് ജാക്കറ്റ് ആൻഡ് സർജിക്കൽ ഹൂഡ്സ്. അതായത് ആ കുട്ടികൾ എന്തേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, അവർ മുസ്ലിങ്ങളാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവർക്ക് മുസ്ലിങ്ങളായി ജീവിക്കാൻ അവകാശമുണ്ട്, അതിന് അവർക്ക് അധികാരമുണ്ട്, അത് ഓപ്പറേഷൻ തിയേറ്ററിലും അങ്ങനെ സാധിക്കും. അതിന് അവരെന്താ ആവശ്യപ്പെട്ടത്, പർദ്ദട്ടുങ്ങാണ്ട് അല്ലെങ്കിൽ നിക്കാബിട്ടുങ്ങാണ്ട് കാരണം എന്നല്ല, മറിച്ച് സർജിക്കലി തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓൾറെഡി കയറാനുള്ള വഴികളുണ്ട്. അതെന്താണ്, ലോങ് സ്ലീവ് സ്ക്രബ് ജാക്കറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ഓൾറെഡി OT-കളിൽ, അതായത് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ അങ്ങനെ ലോങ് സ്ലീവ് സ്ക്രബ് ജാക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് OT-യിൽ കയറുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ സർജിക്കൽ ഹുഡുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അത് ഞങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളത് മാത്രമേ അവരെന്ത് ചെയ്തിട്ടുള്ളൂ, അപേക്ഷ കൊടുത്തിട്ടുള്ളൂ. ആ കൊടുത്തതിനെയാണ് എന്ത് ചെയ്യുന്നത്, പർദ്ദട്ടും കണ്ട് കയറി, ഹിജാബിട്ടും കണ്ട് കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ മൊത്തത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത്.